ഹലോ നമസ്കാരം. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു സംഭവം കാണിച്ചു തരാനാണ്. വേറൊന്നുമല്ല, ഈ മാസത്തെ കറണ്ട് ബില്ലിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4682. താൻ പേടിക്കണ്ടോ, നാളെ തന്നെ ഞാൻ പാപ്പരാക്കിയിരിക്കും. എന്താ പോരെ? സാധാരണ ഇവിടെ വരുന്നത് 1000 സംതിങ് ഒക്കെയാണ്. ഇപ്പോൾ വന്നേക്കണ നോക്കി, ഭയങ്കര കൊള്ളയാണ് ഈ KCB-കാർ ചെയ്യണത്. എനിക്കൊരബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ മതി, അബദ്ധമായിരിക്കും. നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യാൻ നോക്കുക. അത്രക്കും അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പോലും ഇങ്ങനൊരു കറണ്ട് ബില്ല് തരുമ്പോൾ എന്തായിരിക്കുള്ളൂ. ഒന്നും അറിഞ്ഞോണ്ടല്ലോ, മനഃപൂർവ്വല്ലേ? അല്ലേലും നേരും നിറയൊക്കെ നോക്കിയാ ജീവിക്കാൻ പറ്റുമോ? പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും കൂടുതലാണ് വന്നേക്കണമെന്നാണ് അറിയാൻ സാധിച്ചത്. അത് ഇതിന്റെ പിന്നിൽ ഒരുപാട് കൊള്ള നടക്കാൻ സാധ്യതയുണ്ട്. സോ ദിസ് ഈസ് എ ബിസിനസ്. എനിക്കും വേണം കമ്മീഷൻ, ബ്രോക്കറേജ്, ലാഭവിഹിതം. ഈ വയനാടിന്റെ ഇഷ്യൂവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായ ഒരു ഇതിനായിരിക്കും ചിലപ്പോൾ വന്നേക്കണത് മിക്കവാറും. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് കൊള്ളയും തട്ടിപ്പൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ആരോട് പറയാൻ? എലനക്കി നായയുടെ ചിറുനക്കി നായെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ കണ്ടല്ലോ. എൻ്റെ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബെഡ്റൂമും ഒരു കിച്ചണും പിന്നെ ഒരു ഹാളും ഉള്ളൊരു ചെറിയൊരു വീടാണ്. അതെ, വയറ്റിപ്പഴപ്പല്ലേ. ഈ വളഞ്ഞ വഴി വേണം. ഇതാണ് നേരെയുള്ള വഴി ഇപ്പോഴത്തെ കാലത്ത്. AC പോലുമില്ല, ഇൻഡക്ഷൻ കുക്കർ പോലുമില്ല. എന്നിട്ട് പോലും ഇത്രയും ബില്ല്. അതൊരു പക്ഷേ യന്ത്ര തകരാറുണ്ടായിരിക്കും. എന്റെ പൊന്നു മക്കളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ രാജ്യത്ത് സത്യത്തിന് നീതിക്കൊന്നും ഒരു വിലയില്ല. നെക്കി പിഴിഞ്ഞ് ജനങ്ങളെ ഇങ്ങനെ കൊല്ലരുത് എന്നുകൂടി എനിക്ക് പറയാനുള്ളൂട്ടാ നിങ്ങളോട്, KCB-കാരെ. ഈ രാജ്യത്ത് കൺസ്യൂമർ കോടതി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാൻ വിട്ടുതരില്ല. അനീതിയും മർദ്ദനം എനിക്കൊരു പ്രശ്നമല്ല. ഇനി ആവർത്തിക്കില്ല. മാപ്പ്. സത്യം പറഞ്ഞ ഏത് കോടതി വെറുതെ വിടും? എടാ, നിനക്കൊരു കത്തിയും കൂടി ഞാൻ വാങ്ങിക്കരുത്. ഇതിലും നല്ല തൊഴിലാണ്. അപ്പൊ ഞാൻ പോട്ടെ സാറേ, ഞാനിവിടെയൊക്കെ തന്നെ കാണും. നമുക്ക് കാണാം.